ശരിക്കും എന്താണ് സ്പിരിച്വാലിറ്റി? നമുക്ക് ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ നമ്മൾ വളരെയധികം ഇപ്പോൾ കേൾക്കുന്നുണ്ടല്ലേ സ്പിരിച്വാലിറ്റി, സ്പിരിച്വൽ അവൈക്കണിങ്, സ്പിരിച്വാലിറ്റി എന്നുള്ളത് അല്ലേ. അപ്പോൾ ഈ സാധാരണക്കാരായിട്ടുള്ള നമ്മളെപ്പോലുള്ള വീട്ടമ്മമാർ അല്ലെങ്കിൽ സാധാരണക്കാരായ ആളുകൾ ഈ സ്പിരിച്വാലിറ്റി എന്ന് കേൾക്കുമ്പോൾ ഫസ്റ്റ് എന്താ കരുതുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഈ സന്യാസിമാർ, സന്യാസിനികൾ അല്ലെങ്കിൽ നമ്മളെക്കാൾ നമ്മളുടെ ഒരു നോർമൽ ലൈഫ് കൊണ്ടുപോകുന്നതല്ലാത്ത വ്യക്തികളുണ്ടല്ലോ. അത് സ്ത്രീകളാവാം പുരുഷന്മാരാവാം ആൾക്കാർക്ക്. അപ്പം നമ്മളൊരു എക്സാമ്പിൾ പറഞ്ഞു, ഞാൻ മൃഗാനന്ദം, ഞാൻ വിചാരിച്ചൊരു സ്പിരിച്വൽ പേഴ്സൺ ആണല്ലേ, മാരീഡ് അല്ല, ആളൊരു ആത്മീയമായൊരു തലത്തിൽ നിന്നിട്ട് പല കാര്യങ്ങളും ചെയ്യുന്ന ഒരു വ്യക്തിയാണല്ലേ, ദൈവത്തോട് കുറച്ചും കൂടെ അടുത്ത് നിൽക്കുന്നതെന്ന് പറയാം. അമൃതാനന്ദമയി ഒരു എക്സാമ്പിളാണ്, രവിശങ്കർ സ്വാമി, അങ്ങനെ ഒരുപാട് പേരുണ്ടല്ലോ ഇന്ന്. അപ്പോൾ എൻ്റെ ഒരു ആദ്യത്തെ ഒരു മനസ്സിലാക്കൽ, ഞാൻ മനസ്സിലാക്കിയെടുത്തത് അവരെപ്പോലെയൊക്കെയാണ് സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് ഫാമിലി ലൈഫ് ഒരിക്കലും അവർക്ക് സാധ്യമല്ല. അതുപോലെ തന്നെ എനി ടൈം അവർക്കൊരു ഡ്രസ്സിങ് പാറ്റേൺ, അതുപോലെ തന്നെ രുദ്രാക്ഷമാലകൾ ധരിക്കുക, അങ്ങനെ ഒരുപാട് ഭസ്മം കുറി ഇങ്ങനെയൊക്കെ വരച്ചിരിക്കുന്നവർ മാത്രമാണ്, അല്ലെങ്കിൽ അവർ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സാണ് ആ ഒരു സ്പിരിച്വാലിറ്റി എന്നാണ്. ശരിക്കും 2022 എനിക്ക് ഞാനൊരു സ്പിരിച്വൽ അവേക്കനിങ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രോസസ്സ് എൻ്റെ ഉള്ളിൽ സ്റ്റാർട്ട് ചെയ്യണം. അപ്പം അന്നൊന്നും ഈ സ്പിരിച്വാലിറ്റി എന്നുള്ള വാക്കിലോട്ടൊരു അട്രാക്ഷൻ അതുവരെ തോന്നിയിരുന്നില്ല. അതെന്താണെന്ന് അന്വേഷിക്കാൻ പോയിട്ടില്ല, ഒന്നും തന്നെ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിരുന്നില്ല. വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് എൻ്റെ ലൈഫിൽ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ കടന്നത്. പിന്നെ ഈ സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞിട്ടുള്ളത് ഭയങ്കര വൈഡായിട്ടുള്ളൊരു തലം തന്നെയാണ് ശരിക്കും. നമുക്ക് ഈ സ്പിരിച്വാലിറ്റിയിലൂടെ നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരു ഹ്യൂമൻ ബീയിങ് ആയിരിക്കുന്ന ഈ ഒരു അവസ്ഥയിൽ നമ്മൾക്ക് ഒരുപാട് പരിമിതികളുണ്ട്. ഇപ്പോൾ ഈ ഒരു നോർമൽ ലൈഫ് ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരാളാണെങ്കിലും, അല്ല നമ്മളിപ്പോൾ പറയുന്ന ഒരു സ്പിരിച്വൽ ലൈഫ് ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരാളാണെങ്കിലും, അപ്പോൾ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് എന്താണ്, നമ്മുടെ ഉള്ളിലുള്ള ദൈവത്തിന്, അതായത് നമ്മൾ പുറത്ത് ആരാധിക്കുന്ന ദൈവം നമ്മുടെ ഉള്ളിലാണ് എന്നുള്ളൊരു തിരിച്ചറിവ് നമുക്ക് ഫസ്റ്റ് ഉണ്ടാവും. നമ്മളെ തന്നെ കൂടുതൽ മനസ്സിലാക്കുക, നമ്മുടെ പ്രശ്നങ്ങളുടെ സൊല്യൂഷൻസ് നമ്മൾ തന്നെ കണ്ടെത്തുക. അതിന് പുറമെയാണ് നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള എഫേർട്ട് നമ്മൾ എടുക്കുന്നത്. അതായത് യോഗ, അതുപോലെ തന്നെ നമ്മളിപ്പോൾ ടെമ്പിൾ അമ്പലങ്ങൾ, പള്ളികളൊക്കെ ഉണ്ട്. അപ്പോൾ അതിലൊക്കെ വിശ്വാസമുള്ളവരാണെങ്കിൽ അതിൽ കുറച്ചും കൂടെ ഡെപ്ത് ആവാം. അപ്പോൾ എന്നെ സംബന്ധിച്ച് പറയുമ്പോൾ, ഞാൻ ഈ സ്പിരിച്വാലിറ്റിയുടെ ഫസ്റ്റ് ടേമിലേക്ക് കടക്കുന്ന സമയത്താണ് ഭഗവത്ഗീത ഉണ്ടായിരുന്നു എൻ്റെ കയ്യിലെങ്കിൽ കൂടിയും ഞാൻ ഈ ഭഗവത്ഗീതയിലോട്ട് കുറച്ചും കൂടെ വളരെ നല്ല രീതിയിൽ അത് വായിക്കാനും അതെന്താണ് അതിൻ്റെ പൊരുൾ എന്താണ്, അതിലടങ്ങിയിരിക്കുന്നത് എന്താണ്, അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ ഞാൻ മനസ്സിലാക്കിയതും ഗീതയുടെ ഓരോ പോയം എന്ന് നമ്മളിപ്പോൾ അങ്ങനെ പറയുമല്ലോ. അപ്പോൾ അതുപോലെ ഓരോ കാര്യങ്ങളും അതിൻ്റേതായിട്ടുള്ള അർത്ഥങ്ങളൊക്കെ മനസ്സിലാക്കി വരുമ്പോൾ അത് കൂടുതൽ അറിയാനും വീണ്ടും ഗീത വായിക്കാനൊക്കെ ഞാനിടയിൽ. ഈ ഗീത ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ സമയത്തും എനിക്ക് എൻ്റെ ലൈഫിലോട് പ്രശ്നങ്ങളാണ് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ കരുതിയത് എന്താ വെച്ചാൽ, ഈ സ്പിരിച്വാലിറ്റിക്ക് പോകുന്തോറും എനിക്ക് ഒരുപാട് പ്രോബ്ലംസ് ലൈഫിൽ ഫേസ് ചെയ്യേണ്ടി വന്നിരുന്നു. അപ്പോൾ ഇത് പ്രോബ്ലംസ് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണല്ലോ ഈശ്വര, ഞാനിതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടും? അപ്പോൾ ഞാൻ ഇത്തരം കാര്യങ്ങളൊന്നും അടച്ചു വെച്ച് ഇതിൽ നിന്നൊക്കെ മാറി ഞാനൊരു നോർമൽ പേഴ്സണാണ്, എനിക്ക് അങ്ങനെ തന്നെ മതി, എൻ്റെ കഴിഞ്ഞു പോയ ജീവിതം തന്നെ മതി, എനിക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊന്നും എനിക്ക് പറ്റില്ല, എനിക്കൊരിക്കലും ഈ ഒരു പാറ്റേണിൽ ജീവിക്കാൻ സാധിക്കില്ല. അത് ഞാൻ വീണ്ടും തിരിച്ചോടും, എൻ്റെ PC ലൈഫിലേക്ക് ഓടുമ്പോഴും എനിക്ക് അവിടെയും അസ്വസ്ഥതകളായിരുന്നു. അപ്പോൾ ഞാൻ ഓരോ ദിവസമായിട്ട് ഈ പറഞ്ഞ പോലെ ഗീത, രാമായണം ഒക്കെ അങ്ങനെ വായിക്കാനായിട്ട് എന്നെ ആരോ പുഷ് ചെയ്ത് തള്ളിവിടുന്ന പോലെ തോന്നി. ഞാൻ അതിലോട്ട് കൂടുതൽ ഇൻവോൾവ്മെൻ്റ് ആയിട്ട് ഈ ഗീതയും രാമായണമൊക്കെ വായിച്ചു. ആദ്യം വായിച്ചപ്പോൾ ഒന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. പിന്നെയും എനിക്ക് വായിക്കാനുള്ളൊരു ഇൻട്രസ്റ്റ് ഉണ്ടായി. പിന്നെയും വായിച്ച് 1, 2, 3 പ്രാവശ്യമൊക്കെ ഗീത വായിച്ചതിന് ശേഷമാണ് അതിലെന്താണ് പറയുന്നത് എന്ന് എനിക്ക് അർത്ഥവത്തായി മനസ്സിലായതും അതെൻ്റെ ജീവിതത്തിലോട്ട് ഞാൻ ഉൾക്കൊള്ളാൻ തുടങ്ങിയതും. ഒരുപാട് ആംഗ്രി ആയിട്ടുള്ളൊരു പേഴ്സണായിരുന്നു ഞാൻ. എന്നുവെച്ചാൽ എനിക്ക് ഭയങ്കര ഒരു ആംഗ്രി പേഴ്സണായിരുന്നു. അപ്പോൾ എൻ്റെ ദേഷ്യത്തിനെ കൺട്രോൾ ചെയ്യാനായിട്ട് എനിക്ക് ഇതുകൊണ്ട് സാധിച്ചു. ഇപ്പോഴും ഞാൻ മുഴുവനായി കൺട്രോളായിട്ടില്ല എങ്കിലും
കൂടിയും എൻ്റെ ആ ഒരു പഴയ ക്യാരക്ടറിൽ നിന്ന് ഒരുപാട് ഞാൻ കൺട്രോൾഡായി. അപ്പോൾ ഈ സ്പിരിച്വാലിറ്റിയിലേക്ക് എല്ലാവരും വരുന്നതിന് ഒരു റീസൺ ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. വെറുതെ ഒന്നും ദൈവം നമ്മളങ്ങനെ ഒരു കാര്യത്തിലോട്ട് ഒരിക്കലും പുഷ് ചെയ്യില്ല. അപ്പോൾ ഞാൻ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്ന സംഭവത്തിലേക്ക് വരാനും എൻ്റെ ഒരു ആംഗിളിലുള്ള സ്പിരിച്വാലിറ്റിയിലൂടെയാണ് ഞാൻ ഇന്ന് എൻ്റെ ലൈഫ് കൊണ്ടുപോകുന്നത്. അതിനൊരു റീസൺ ഉണ്ട്. ആ റീസൺ ഞാൻ പിന്നെ എൻ്റെ അടുത്ത വീഡിയോയിൽ ഷെയർ ചെയ്യാം. അപ്പോൾ ഈ സ്പിരിച്വാലിറ്റി എന്ന് കേൾക്കുമ്പോൾ തന്നെ ഇപ്പോൾ ഒരുപാട് ഇങ്ങനെ ഭയപ്പെടേണ്ട കാര്യമൊന്നുമല്ല എന്ന് എനിക്ക് മനസ്സിലായി. നമ്മളെല്ലാവരും ഒരു സ്പിരിച്വൽ ബീയിങ്സ് തന്നെയാണല്ലോ. നമ്മുടെ എല്ലാവരുടെ മനസ്സിലും അത് നമ്മുടേതായിട്ടുള്ള വിശ്വാസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ വിശ്വാസങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലുകയാണ് ചെയ്യുന്നത്. കൂടുതലായിട്ട് അതെന്താണെന്ന് അറിയാനും അത് മനസ്സിലാക്കാനും അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ നമ്മുടെ ജീവിതം അത്രയും ലളിതമായിട്ട് മാറുകയാണെന്നാണ് ഞാൻ മനസ്സിലാക്കണം. നമ്മൾ ചുറ്റുമുള്ളവരെ സ്നേഹിക്കാനും അതിപ്പോൾ എന്ത് തന്നെ ആയിക്കോട്ടെ, ചുറ്റുമുള്ളവരെ സ്നേഹിക്കാനും നമ്മൾ എന്തൊരു ഇഷ്യൂ നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാലും അത് വളരെയധികം സമാധാനത്തോടു കൂടി നിന്ന് അതിനെ വീക്ഷിച്ച് അതിൽ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക, അതിനെ മറികടക്കാൻ നമ്മൾ എന്ത് ചെയ്യണം, അത്തരം കാര്യങ്ങളിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യും. നമ്മൾ ടെൻഷൻ അടിക്കാതെ നമ്മൾ അതിനെ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആക്കാതെ ആ പ്രശ്നത്തിനെ നമുക്ക് എങ്ങനെ മറികടക്കാം അല്ലെ. പ്രശ്നങ്ങൾ എന്താണെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ 1 by 1 ആയിട്ട് വന്നുകൊണ്ടിരിക്കുക അല്ലെ. പരീക്ഷണങ്ങൾ എപ്പോഴും ഉണ്ടാവും ജീവിതം എന്ന് പറയുന്നത്. അപ്പം അതിനെ നമ്മൾ സമീപിക്കുന്ന രീതിയിലൊരു മാറ്റം വരും. നമ്മുടെ മൊത്തത്തിലുള്ള ഒരു ജീവിത രീതിയിലേക്ക് തന്നെ ഒരു മാറ്റം വരും. ഈ സ്പിരിച്വൽ അവൈക്കണിങ് നടന്നിട്ടുള്ള വ്യക്തികളാരും തന്നെ പിന്നീട് അവരുടെ ആ ഒരു പഴയ ലൈഫിലോട്ട് പോകാൻ പിന്നെ അവർ ആഗ്രഹിക്കില്ല എന്നുള്ളതാണ്. അവരുടെ യാത്ര അവിടെ നിന്ന് അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശരിക്കും എൻ്റെ ലൈഫിൽ ഈ സ്പിരിച്വാലിറ്റിയിലേക്ക് ഞാൻ വരുന്നതിന് എത്രയോ മുന്നേ തന്നെ ഞാൻ എൻ്റെ കുട്ടിക്കാലം മുതൽ തന്നെ എനിക്ക് എൻ്റെ ഹിന്ദു മതത്തിനോട് അല്ലെങ്കിൽ എനിക്ക് ആ ഒരു ആചാരങ്ങളോട്, മതം എന്ന് ഞാനിത് വിശേഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എല്ലാ മതങ്ങളും ഒന്ന് തന്നെയാണല്ലോ പറയുന്നത്. അപ്പോൾ എന്തോ നമ്മൾ ആ ഒരു ജനിച്ച് വളർന്നിട്ടുള്ള ആ ഒരു സിറ്റുവേഷനിൽ നിന്നാണല്ലോ നമ്മൾ ഓരോന്ന് ഉൾക്കൊള്ളുക. അപ്പോൾ എനിക്ക് ആ ഒരു ആചാരങ്ങൾ എങ്ങനെ ഉണ്ടായി, അപ്പോൾ അതെങ്ങനെയാണ്, അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ഗ്രന്ഥങ്ങൾ കാര്യങ്ങളൊക്കെ വായിക്കുക, ഈ ദൈവങ്ങളുടേതായിട്ടുള്ള അറിവുകൾ സമ്പാദിക്കുക, എനിക്ക് വളരെ ചെറുപ്പത്തിൽ തന്നെ ഇഷ്ടമായിരുന്നു. ഒരുപാട് ഞാൻ ഫോക്കസ്ഡ് അല്ലായിരുന്നെങ്കിലും എനിക്ക് എൻ്റെ ഇന്നർ തോട്ട്സ് അല്ലെങ്കിൽ എൻ്റെ ഉള്ളിൽ തന്നെ അങ്ങനൊരു കാര്യം ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്നു എന്ന് പറയാം. എങ്ങനെയാണ് ഒരു അമ്പലത്തിൽ പോയിട്ട് ശരിക്കും പ്രാർത്ഥിക്കേണ്ടതെന്ന് പോലും ഒരു കാലത്ത് എനിക്കറിയണ്ടായിരുന്നില്ല. എന്തൊക്കെയാണ് പ്രാർത്ഥിച്ചിരുന്നതെന്ന് അറിയാറില്ല. വെറുതെ എല്ലാവരും കൈകൂപ്പി തൊഴുമ്പോൾ ഞാൻ തൊഴാറുണ്ട്. അതല്ലാതെ എങ്ങണ്ട് അതിൻ്റെ അപ്പുറത്തേക്ക് അങ്ങനെയുള്ള കാര്യങ്ങളിലോട്ടൊന്നും ഞാനൊരിക്കലും ഫോക്കസ്ഡ് ആയിരിക്കുന്നില്ല. എനിക്ക് ഈ പറഞ്ഞ പോലെ അഡ്വഞ്ചറായിട്ടുള്ള, അതുപോലെ തന്നെ ഇന്നത്തെ ഈ ലൈഫിൽ, അതായത് ഇപ്പം നമ്മൾ പറയുമല്ലോ ഈ ലൈഫിനെ നമ്മളിപ്പോൾ വിശേഷിപ്പിക്കുന്നത് ഒരു 3D വേൾഡ് എന്നാണല്ലോ വിശേഷിപ്പിക്കുക. ഇതൊക്കെ ഒരു മായയാണെന്നാണ് നമ്മളിപ്പോൾ ദൈവികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ പറയാല്ലേ. കാരണം ഇതിന് ശേഷവും ജീവിക്കുന്നുണ്ടല്ലേ നമ്മളുടെ ആത്മാവ്, സോള് എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ. അപ്പോൾ ഈ പറഞ്ഞ വേർഡുകൾ തന്നെ എനിക്ക് വളരെയധികം അപരിചിതമായിട്ടുള്ള വേർഡുകളായിരുന്നു. ഈ സോള്, ആത്മാവ്, ഇതിലോട്ടൊന്നും ഞാൻ ശ്രദ്ധിക്കാറില്ല. ഇതൊക്കെ എൻ്റെ ജീവിതത്തിൻ്റെ പാതകളിൽ, ഡിഫറെൻ്റ് ആയിട്ടുള്ള പാതകളിൽ, ഇപ്പോൾ ഞാൻ ഈ 30s എത്തി നിൽക്കുമ്പോൾ പാതകൾ എൻ്റെ കൺമുന്നിൽ വന്നും പിന്നെയും മറന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ഇതിലോട്ടൊന്നും ഒരിക്കലും ഫോക്കസ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അത്രയും ടഫായിട്ടുള്ളൊരു കാലഘട്ടം തന്നെയാണ് കടന്നു പോയിക്കൊണ്ടിരുന്നത്. ഒരിക്കലും കൂടുതലൊന്നും ചിന്തിക്കാൻ പോലും നമുക്ക് സാധിക്കാത്ത പ്രശ്നങ്ങളിലൂടെയും പ്രോബ്ലങ്ങളിലൂടെയൊക്കെയായി ഫാമിലി ലൈഫും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ മുന്നോട്ട് സാധാരണ ജീവിതം ലീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു മാക്സിമം എത്തുമ്പോഴാണ് നമുക്കൊരു ബ്രേക്ക് വേണം, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിലൊരു ബ്രേക്ക് ത്രൂ സംഭവിക്കുന്ന പോലെ വളരെ അൺഎക്സ്പെക്റ്റഡായിട്ട് നമ്മളതിലോട്ട് നമ്മൾ പോലും അറിയാതെ ഞാൻ വിചാരിക്കുന്ന, അല്ലെങ്കിൽ ഒരു ഈശ്വരൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സങ്കല്പം എല്ലാവരുടെ മനസ്സിലുണ്ടാവുമല്ലോ, ആ ഒരു ശക്തി എന്ന് വേണമെങ്കിൽ പറയാം. നമ്മളതിലോട്ട് നമ്മൾ പോലും അറിയാതെ നമ്മളോട്ട് അതിൽ കൊണ്ടുവന്നിരിക്കും. എനിക്ക് തോന്നുന്നു അതൊരു നിയോഗമാണെന്ന് തോന്നുന്നു. നിയോഗിക്കപ്പെട്ടവർക്ക് മാത്രമേ അങ്ങനെ വരുള്ളൂ എന്നൊന്നുമല്ല, എന്നാലും ഇതൊരു നിയോഗം തന്നെയാണല്ലോ. എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ളൊരു സമയമുണ്ടെന്ന് പറയുന്ന പോലെ. അപ്പോൾ അതിലോട്ട് എത്തിപ്പെടുന്നത് ഈ 2022 കാലഘട്ടത്തിലാണ് അങ്ങനെ ഒരു സ്പിരിച്വൽ അവൈക്കണിങ് എന്ന് തന്നെ എൻ്റെ ലൈഫിൽ സംഭവിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ഈ സ്പിരിച്വൽ അവൈക്കണിങ് എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ മറ്റൊരു കാര്യം സംഭവിച്ചതെന്ന് ഞാൻ ഇന്ന് റിയലൈസ് ചെയ്യും. ഞാനിപ്പോഴും സ്പിരിച്വൽ അവൈക്കണിങ്ങിലൂടെ തന്നെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ അതിൻ്റെ വലിയ വ്യാപ്തികളിലൊന്നും എത്തിയിട്ടില്ല. എങ്കിലും എനിക്ക് തോന്നി എൻ്റെ ജീവിതത്തിലുള്ള ഈ അനുഭവങ്ങൾ ഷെയർ ചെയ്യാം.
ഞാനൊരു നോർമൽ ഒരു വീട്ടമ്മ സാധാരണക്കാരിയാണ്. അതെൻ്റെ പോലെ അല്ലെങ്കിൽ എന്നെപ്പോലെ ഇതുപോലെയുള്ള കാര്യങ്ങളാകുമ്പോൾ വളരെയധികം പകച്ച് നിൽക്കുന്ന, ഇതെന്താണെന്നറിയാതെ മാനസികമായിട്ട് ടെൻഷൻ അടിക്കുന്ന, ഞാൻ എന്ത് ചെയ്യും എന്ന് പറയാൻ പകച്ച് നിൽക്കുന്ന ഒരുപാട് പേരുണ്ടാവില്ലേ. അപ്പോൾ അവർക്കൊക്കെ ഒരു സപ്പോർട്ട് ആയിക്കോട്ടെ എന്ന് ഞാൻ കരുതുന്നു. അത്രയും ഞാൻ കരുതുന്നുള്ളൂ. അപ്പോൾ സ്പിരിച്വൽ അവേക്കനിങ് സംഭവിക്കുകയാണെന്ന് പോലും നമ്മൾ അറിയുന്നത് ഇപ്പോഴായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അവിടെ നമ്മൾ ഒരുപാട് സഞ്ചരിച്ച് ഈ പ്രശ്നങ്ങളിലൂടെ പോയി നമ്മളറിയാതെ തന്നെ നമ്മൾ വേറൊരു ഹ്യൂമൻ ബീയിങ്, നമ്മൾ വേറൊരു വ്യക്തിത്വത്തിലേക്ക് തന്നെ കടന്നു പോയിട്ടുണ്ടാവും. നമ്മുടെ ഓൾഡ് പാറ്റേൺസ്, അതായത് നമ്മൾ മുന്നേ എങ്ങനെയാണോ നമ്മുടെ ലൈഫ് കൊണ്ടുപോയിരുന്നത് അതൊക്കെ നമ്മൾ മാറ്റിയിട്ട് നമ്മളൊരു വേറെ, നമ്മൾ ആരോ നിയന്ത്രിക്കുന്നത് നമ്മൾ വേറൊരു പാറ്റേൺസിലേക്ക് പോയിട്ടുണ്ടാവും. പക്ഷെ ആ പാറ്റേണുകൾ കൊണ്ടൊന്നും നമ്മൾക്ക് അതിലോട്ട് പെട്ടെന്ന് ഇൻവോൾവ്മെൻ്റ് ആവാൻ നമ്മൾക്കുണ്ടാകുന്നൊരു ബുദ്ധിമുട്ട് എന്നല്ലാണ്ട് നമുക്കത് ചെയ്യുന്നത് കൊണ്ട് ജീവിതത്തിൽ മറ്റുള്ള ബുദ്ധിമുട്ടുകളൊന്നും തന്നെ ഉണ്ടാവില്ല. ഈ സ്പിരിച്വൽ അവേക്കണിങ്ങും ഏഴര ശനിയും തമ്മിലൊരു കണക്ഷൻ ഉണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം എൻ്റെ ഏഴര ശനിയുടെ സ്റ്റാർട്ടിങ് ടൈമിലാണ് ഞാൻ ഈ സ്പിരിച്വൽ അവേക്കണിങ് എന്ന് പറഞ്ഞ ആ ഒരു പ്രോസസ്സിലേക്ക് തന്നെ കടന്നിട്ടുള്ളത്. ഈ ഏഴര ശനിയും സ്പിരിച്വൽ അവേക്കണിങ്ങും തമ്മിൽ കണക്റ്റഡ് ആണ് എന്നുള്ളത് ഞാൻ എൻ്റെ അടുത്ത കുഞ്ഞു വീഡിയോയിൽ പറയുന്നതായിരിക്കും. താങ്ക് യു.